Hi friends. Hi friends. Hi guys. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് മസ്കറ്റിലെ മത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. ചിരിച്ചേ ഹൈപ്പർ മാർട്ട് അല്ല കേട്ടോ, ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ നമ്മള് പോകുന്ന അങ്ങോട്ടാണ്, നേരെ സ്ട്രേറ്റ് കാണുന്ന റൂട്ടാണ്. ഇവിടെ കൈസ് മൊത്തം മലകളാണ്, ചുറ്റും മലകളാണ് കേട്ടോ. നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. നല്ലൊരു സൂപ്പർ സൺസെറ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് ഒമാനിലെ ഡാർ സൈഡ് എന്ന് പറയുന്ന സ്ഥലം. നമ്മള് ഡാർ സൈഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ്. അത്യാവശ്യം എന്താ പറയാ, നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ്. അത്യാവശ്യം ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു പെർഫ്യൂം ഷോപ്പാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പെർഫ്യൂം ഷോപ്പാണ്. ഞാനിതുവരെ കയറിയിട്ടില്ല. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് മാത്രം കാണിച്ചാണ് ഗൈസ്. ഇത് ഫ്ലവർ ഷോയോ ഒന്നും അല്ല. ഇവിടെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഇത്രയും ഭംഗിക്ക് പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചത് കാണാം. We met where the stars take their flight. Every moment with you feels just right. Whisper your name in the rush of the breeze. Love like an ocean rippling with ease. Heartbeats sink into this melody. You and I forever, wild and free. ഞാനൊരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്കിവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ഞങ്ങൾക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റോയൽ ഒമാൻ്റെ അവരുടെ ഒരു ചെറിയൊരു ബങ്കർ പോലുള്ളൊരു ഇതാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ബങ്കർ സെറ്റപ്പ്. അതുപോലത്തെ ഒരു ബങ്കർ സെറ്റപ്പാണ്. പ്രതിരോധത്തിന് വേണ്ടി പണ്ട് നിർമ്മിച്ചിട്ടുള്ള അതിപ്പോഴും അവരങ്ങനെ തന്നെ നിലനിർത്തുന്നു. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എനിക്ക് അത്രയും ഡീറ്റെയിലിങ്ങേ അറിയുള്ളൂ അതിനെക്കുറിച്ചിട്ട്. അവർ ആളും മുന്നേ നടന്നു പോയി ഒരുപാട്. അപ്പോൾ ഞങ്ങളിത് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ദൂരം കൂടെ പോയാൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തും. നമ്മൾ ഈ കാണുന്ന ഇവിടുത്തെ ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഈ നമ്മുടെ പൊടി ഉണ്ടല്ലോ, നമ്മുടെ ധാന്യങ്ങളിലേക്ക് പൊടി ഉണ്ടാകുന്നത്, ആട്ടാ മൈദ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അത് ശരിയാ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. പിന്നെ ഇങ്ങനെ നൈസായിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മറ്റേ ഡ്രൈ ലാൻഡുള്ള സ്നേക്ക് ആയിരിക്കും അല്ലേ. ഉണ്ടോ ഇവിടെ ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ചെറിയ ചെറിയ ട്രീസ് എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഭയങ്കര ക്ലീനും നീറ്റും ചെടികൾ വെച്ച്
ഭയങ്കര ഡ്രൈ ലാൻഡാണെന്ന് വിചാരിച്ചത് അല്ലേ? ഈ ഒരു ടൈം ഉണ്ടല്ലോ നമ്മുടെ സെപ്റ്റംബറിന് ശേഷമുള്ള ടൈമുകളിലൊക്കെ ഭയങ്കര തണുപ്പും നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ നടക്കാൻ പോകാനും അങ്ങനെ ജോഗിങ്ങും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ കാലാവസ്ഥയുള്ള സ്ഥലം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പീഡിലായിരുന്നു ഓട്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ മിസ്സായി പേടിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ഇനി ഒരു പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പക്കായിട്ട് നേരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കും. തിരിഞ്ഞ് രാജാവിന്റെ അപ്പഴ രാജാവിന്റെ കപ്പലാണ്. എപ്പോൾ വന്നാലും അവിടെ തന്നെ കാണുന്നത്. ഇതുണ്ടോ? ദേ ആ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കപ്പല്. ഇവിടുത്തെ രാജാവിന്റെ കപ്പലാണ്. കൂടെ ഉണ്ട് കേട്ടോ ഭീമൻ കപ്പലുകള്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് വീഡിയോസ് ഒക്കെ പറ്റുന്നത്ര ഞങ്ങൾ ഇതിൻ്റെ ഉൾപ്പെടുത്തോ. രാജാവിന്റെ കപ്പൽ മീനിങ് ഒന്നും വെച്ച് നിൽക്കുന്നതാണ്. നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിലേ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേ നടന്ന് നമുക്ക് വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഒരു കോട്ടിങ് ബ്രിഡ്ജ് പോലെ ഒരു ബ്രിഡ്ജുണ്ട്. അതിലൂടെ പോയി നമുക്ക് അതിൻ്റെ അടുത്തൊരു എത്താം. നമുക്കിന്ന് തീരെ സമയമില്ല. നമ്മളിന്ന് ഭയങ്കര ലേറ്റ് ആയി പോയിരുന്നു. ഒന്നും ലേറ്റാ. ഈ കാണുന്നതാണ് ഗൈസ് മത്ര എന്ന് പറയുന്നത്. മത്ര മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. സറൗണ്ടഡ് ബൈ ബീച്ചാണ്. നമുക്ക് ചുറ്റും കടലിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരയാണ് ഗൈസ്. കുറച്ചുകൂടെ സൺലൈറ്റ് ഉള്ള ടൈം വരികയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഭയങ്കര വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. പിന്നെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. പിന്നെ ഇവിടെ കുറേ ഫോറിനേഴ്സും അങ്ങനെയുള്ള എല്ലാ ആളുകളും വരുന്നൊരു സ്ഥലം കൂടെയാണ്. ഈ കാണുന്നൊക്കെയാണ് ഗൈസ് മത്രയുടെ വ്യൂ. ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ മസ്കറ്റിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. പണ്ട് കാലം മുതലേ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി കീപ്പ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക ലേറ്റായി പോയി വരാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പക്കാ വ്യൂ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാമായിരുന്നു.
ഇവിടെ ഏറ്റവും ഇവിടെ വരുന്നുള്ള അട്രാക്ഷൻ ഉണ്ടല്ലോ ഗൈസ്, ഇവിടുത്തെ ഷോപ്പുകളാണ്. എന്ത് രസമാണെന്ന് പറയും ഇവിടെ കാണാനായിട്ട്. ഓരോരോ സാധനങ്ങളും ഇതൊക്കെ മറ്റേ എന്താ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഇവിടുത്തെ. നമ്മൾ ഒരു തവണ റേറ്റ് ചോദിച്ചാൽ ലച്ചു, ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു പറഞ്ഞേ? 1 റിയൽ, അത് 230 റുപ്പീസ് അടുത്ത്. ഇവിടുത്തെ കറൻസി ഇവിടത്തേക്ക് കയറി കഴിഞ്ഞുണ്ടല്ലോ ഒരു ആൻറ്റി കളക്ഷൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളൊക്കെ കാണുമ്പോൾ ഇതിൽ നടന്നു കഴിഞ്ഞാൽ 1 മാസം സാലറി നമുക്ക് 1 ദിവസം കൊണ്ട് തീർക്കാനും കൂടെ പറ്റും. അത് മെയിൻ അട്രാക്ഷൻ. എന്താ സാധനം ഇതുണ്ടോ? ലാസ്റ്റ് ഇങ്ങനെ പുറത്തുണ്ടോ? കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങൾ മടുത്ത് ക്ഷീണിച്ച് ഒരു എന്തിട്ട് പറയാ ഇത് മറ്റേ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇത് മറ്റേ ഈന്തപ്പഴത്തിന്റെ അതിന്റെ താഴത്തിരുന്ന് റെസ്റ്റ് എടുക്കും. മൊത്തം കടകളാണ് ഇവിടെ ഗൈസ്, കാണാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം കടകളാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ ഇനിയും പോകാനുണ്ട്. കുറച്ച് സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളപ്പുറത്തെ കട കണ്ടത് നാട്ടിലാ? നാട്ടില് ആലപ്പുഴ.
ഞാനിപ്പോ ഇവിടെ ലാസ്റ്റ് ഇപ്പം 3 കൊല്ലമായി. ഓക്കെ ഓക്കെ രണ്ടും ഞാൻ തന്നെ ഓടിക്കണം. കുന്തിരിക്കൊക്കെ വെച്ചേക്കുന്നേ. കുന്തിരിക്കം വേണ്ടെന്നേ, നമ്മളിപ്പോ ഒത്തിരി വാങ്ങിയില്ലേ. തുടരാം. സ്മെല്ലല്ലേ അത് സ്പ്രെഡ് ചെയ്യുന്നു. ആണോ? ओ थोड़ा इसका कॉफ़ी है. സ്മെൽ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്മെല്ല് എല്ലാത്തിൻ്റെയും പോവും. അയ്യേ ആണോ? വേറെ ട്രൈ ചെയ്ത് നോക്കൂ. കയ്യിൽ തോടെ ഹാത്ത് ലഗാ. കയ്യിൽ തേച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവില്ല. അതെയോ? വരുന്നില്ല. പോയിസൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ആയിരിക്കും കൊല്ല. ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്ത സാധനം. ഇവിടുത്തെ പ്രത്യേകത നമ്മളൊന്ന് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ 10 വാങ്ങിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളൊരിക്കലും അതിന് വീഴരുത്. നമ്മളൊന്ന് തന്നെ വാങ്ങിക്കണം അല്ലേ? ഏതാ വേണ്ടത്? ഓക്കെ ഇതിനൊക്കെ അത് മതി. പോയിസൺ വാങ്ങിച്ച ഇവിടെ परफ्यूम नहीं चाहिए. वो वही चाहिए. और छोटा 500 पैसे का दे दो. 600 में करो. ये तो मुश्किल नहीं ना. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു മാസത്തെ സാലറി ഫുള്ളും കൊണ്ടുവരണം. അല്ലേ നമുക്ക് സാധനങ്ങൾ ഫുള്ള് വാങ്ങിക്കാൻ പറ്റുള്ളൂ.
ബ്രോ നീ ചെറുത്തെ പോയിക്കുന്നു പോയിക്കുന്നു വേണ്ട ഞാൻ പോയി വീണ്ടും ओ नीचे बस वैसे ओके मैग्नेट ऑलरेडी लिया है ऑलरेडी हम लिए हैं मैग्नेट ഇതൊക്കെ മറ്റേ മാറ്റാണോ എന്താണെന്നറിയില്ല എല്ലാ കാറാ ഫോട്ടോ ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പെർഫ്യൂം ഷോപ്സാണ് എല്ലാ സാധനങ്ങളില്ലല്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ വന്നാൽ തന്നെ നമ്മൾ വഴി തെറ്റും കയ്യിലുള്ള പിള്ളേർക്ക് പൈസയും തീരും വഴിയും തെറ്റും ആ നിറച്ച് കണ്ട നിറച്ച് ഡ്രസ്സിൻ്റെ എല്ലാ ടൈപ്പുണ്ട് കാശ്മീരി ഇന്ത്യൻ ഒമാനി സ്റ്റൈൽ എല്ലാ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പെർഫ്യൂംസ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ആണോ ഭയങ്കര ട്രഡീഷണൽ ചെറിയ ഭയങ്കര ബ്രൈറ്റാണ് എനിക്ക്
എത്ര ചേട്ടാ റേറ്റ്? കൈ മൊത്തം വരച്ചതായാലും ടിഷ്യൂ ഉണ്ടോ? ഒരു ടിഷ്യൂ ഒരു സിംഹമൊക്കെ ഉണ്ടല്ലോ. ഇതാണ് മത്രയുടെ റൂട്ട് മാപ്പ്. ഓ ചെന്നായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മടി കാണിക്കുന്ന എൻ്റെ ഒരേ ഒരു ഭാര്യ. എന്താ അയ്യോ പാവം കഷ്ടമുണ്ട്. വെറുതെയാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ്സ് നടക്കാനുള്ളൂ. ഓൺലി 10 മിനിറ്റ്സ് നടക്കാനുള്ളൂ. മടിയാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തു, അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്തു. ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ലിപ് ഗ്ലോസും എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. നടക്കാനും വയ്യ, മടിയായി. എവിടെ? നേരിടുന്നോ? അപ്പോൾ ഗൈസ് മത്രയുടെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താൻ പറ്റുമെന്ന് തോന്നിപ്പോൾ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോകളും കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഉടനെ തന്നെ. പിന്നെ അന്നേക്ക് പിന്നെ തിരിഞ്ഞ് അപ്പോൾ ഗൈസ് ഞങ്ങൾ അത്യാവശ്യം വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളത് മാറ്റും. പിന്നെ ഞങ്ങൾക്ക് കുറേ പാർട്സ് ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇനി അടുത്തൊരു വട്ടം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ലൈറ്റ് ഞങ്ങൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ വന്നപ്പം ഒരു 6 o'clock ആ ടൈം ആയിപ്പോയി. അപ്പോൾ ലൈറ്റ് പോയതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല ബീച്ച് സൈഡിൻ്റെ ഒന്നും. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോകളും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.